ഹായ്, നിങ്ങളീ കാണുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു ഗ്രാമമാണ്. ഗ്രാമമെന്ന് വെച്ചാൽ ഇതൊരു കുഗ്രാമമാണ്. ഈ ഗ്രാമത്തിലാണ് ഞാനൊരു 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് മലയാളീസുണ്ട്. ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്. സാധാരണ യൂട്യൂബിൽ യൂറോപ്യൻസ് വ്ളോഗെന്നും പറഞ്ഞിടുന്നവർ ചെയ്യുന്ന മാതിരിയുള്ള വ്ളോഗൊന്നും ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊന്നും ഇവിടെ ഇല്ല. ഇല്ലെന്ന് വെച്ചാൽ ഇതൊരു ഗ്രാമമാണ്. അത് കാരണം ഇവിടെ കാണിക്കാനായിട്ടൊന്നുമില്ല. ആകെ 2-3 കടയുണ്ട്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടമുണ്ട്, താമസിക്കുന്നിടമുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് കാരണം വ്യത്യസ്തമായ ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കാനില്ല. എന്നും ഈ പച്ചപ്പും പിന്നെ വിൻ്റർ ആകുമ്പോൾ ഈ പച്ച കിടക്കുന്നിടത്തെല്ലാം മഞ്ഞുമായിട്ട് കിടക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതാണ് ആകെയുള്ള പ്രത്യേകത. അതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. പിന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും ആയിട്ട് ഇല്ല. ഞാൻ ഓൾറെഡി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാരൊക്കെ കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എനിക്കുണ്ടായ കുറേ മോശം അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളതും കരയിച്ചിട്ടുള്ളതായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഫാമിലിയിലാണേലും നാട്ടുകാരാണേലും ചെറുതിലേ ചെറുതിലെന്ന് വെച്ചാൽ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ, അത് കാരണം വീഡിയോ ഇടാമെന്ന് കരുതി. അവരുടെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല. ആകെ എനിക്ക് ലീവ് കിട്ടുന്ന 1 മാസമാണ് ഇവിടുന്ന് നാട്ടിൽ പോകാനായിട്ട്. ആ സമയത്ത് ഞാൻ ഇവരെയൊന്നും കാണാറില്ല. അത് തന്നെ കണ്ടവരോടൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങളങ്ങനെ പറഞ്ഞില്ലേ ചെയ്തില്ലേ എന്നൊക്കെ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഞാനൊരു അഹങ്കാരിയായിട്ടാണ്. പക്ഷേ എനിക്കതാണ് ഇഷ്ടം, വേറൊന്നും കൊണ്ടല്ല. അത് കാരണം നമ്മളോട് ആരും ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞുകൊണ്ട് വരുന്നില്ല. 3-4 വർഷമേ ആയുള്ളൂ. അതിന് മുന്നേ വരെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. വളരെ വളരെ മോശമായിട്ടുള്ള ആളുകൾ. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ താല്പര്യമുള്ളവർ, കുറ്റമല്ല ഒന്നോർത്താൽ അതൊക്കെ സത്യമാണ്, അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോ കാണാം. താങ്ക്സ്.